നമ്മുടെ മക്കളിൽ നിന്നൊക്കെ തെറ്റ് കാണുമ്പോൾ നമ്മൾ വിമർശിക്കാറുണ്ട്. ചില ആളുകൾ ഗൗരവത്തിലായിരിക്കും, മിക്ക ആളുകളും ആ രൂപത്തിലായിരിക്കും. ചില ആളുകൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിമർശിക്കും. ആ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിമർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, അവരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രവിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നല്ല ഒരു സമയം അതിനു വേണ്ടി തിരഞ്ഞെടുക്കണം. ഇതെല്ലാം അവർ നന്നാവാനും നമ്മളുടെ ഉപദേശം അവർ കേൾക്കാനും ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ തെറ്റ് മാത്രം നമ്മൾ കണ്ടുപിടിച്ച് അവരെങ്ങനെ കുറേ ഉപദേശിക്കുക, അത് ഒഴിവാക്കി അവരുടെ 4 ഗുണങ്ങൾ, അവർക്കുള്ള ഗുണങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി പിന്നെ അവർ ചെയ്ത തെറ്റിനെ നമ്മൾ ഓരോന്നോരോന്നായി അവർക്ക് ഉപദേശം നൽകുക. അങ്ങനെയാകുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് നന്നാവണം എന്നൊരു ആഗ്രഹം, നമ്മുടെ ഉപദേശം സ്വീകരിക്കണം എന്നൊരു ആഗ്രഹം അവരുടെ ഹൃദയത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവരോട് സംസാരിക്കുന്ന രീതി, അത് സൗമ്യമായ രൂപത്തിൽ തന്നെ അവരോട് സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കുമ്പോൾ, നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കേണ്ടത് ഗൗരവമായ രൂപത്തിൽ, ദേഷ്യം പിടിച്ചിട്ടല്ല, മറിച്ച് സൗമ്യമായ രൂപത്തിലാണ് നമ്മൾ മക്കളെ ഉപദേശിക്കേണ്ടത്. എന്നാൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നല്ല രൂപത്തിൽ തന്നെ അവരെ ഉപദേശിച്ച് നല്ല മക്കളാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.